നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ സംഭാഷണം എന്ന പ്രവർത്തനത്തെ മനസ്സിലാക്കാം. ഹിന്ദിയിൽ അതിനെ വാർത്താലാപ് എന്നോ ബാത്ചീത്ത് എന്നോ പറയാം. ഒരു സംഭാഷണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, നാം സംസാരിക്കുമ്പോൾ ഓരോ വാചകവും നീട്ടിവലിച്ച് പറയാറില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം മറ്റേയാളെ ബോധ്യപ്പെടുത്തുക, അതാണ് സംഭാഷണം. പാഠപുസ്തകത്തിലെ തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000 എന്ന പാഠഭാഗത്തിലെ സംഭാഷണമാണ് തയ്യാറാക്കേണ്ടത്. ആ പാഠഭാഗത്തിൽ നിമ്മിയുടെ പിറന്നാളിന് വിനോദങ്ങൾ കൊടുത്ത ഒരു ബർത്ത്ഡേ കാർഡിനെ പറ്റിയാണ് പറയുന്നത്. ആ ബർത്ത്ഡേ കാർഡ് നല്ല ഭംഗിയുള്ളതായിരുന്നു. അതിലൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതിൽ 2 വരി കവിത എഴുതിയിരുന്നു. ഇതിനെപ്പറ്റി നിമ്മിയും കൂട്ടുകാരി റീനയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. ഇതിലെന്തൊക്കെ ഉണ്ടാവണം? നിമ്മിയും റീനയും തമ്മിൽ പിറന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് കാണുന്നത്. ആദ്യം സംബോധനയുണ്ടാവണം. സമ്മാനം ലഭിച്ചതിനെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ നിമ്മി വിനോദങ്കിൽ തന്ന ബർത്ത്ഡേ കാർഡിനെ പറ്റി സംസാരിക്കുന്നു. അതിൻ്റെ ഭംഗിയെപ്പറ്റി പറയുന്നു. അതിലെ കവിതാശകലത്തെക്കുറിച്ചും പറയുന്നു. അതിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചും പറയണം. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? ആദ്യം ചോദ്യം എന്താണെന്ന് നോക്കാം. ബർത്ത്ഡേ കാർഡ് की विशेषताओं पर निम्मी और सहेली रीना के बीच बातें होती है, वह बातचीत तैयार करें. ബർത്ത്ഡേ കാർഡിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നിമ്മിയും കൂട്ടുകാരി റീനയും തമ്മിൽ സംസാരിക്കുന്നു. ആ സംഭാഷണം തയ്യാറാക്കണം. നമുക്ക് തയ്യാറാക്കിയാലോ? റീന: അരേ നിമ്മി, കൽ തുമാരാ ബർത്ത്ഡേ था ना, क्या क्या तोहഫे मिले? നിമ്മി, ഇന്നലെ നിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ? എന്തൊക്കെ സമ്മാനം കിട്ടി? തോഹഫ, സമ്മാനം. നിമ്മി: കൈ തോഹഫെ മിലെ, അനേകം സമ്മാനങ്ങൾ കിട്ടി. റീന: വിനോദങ്കലിനെ ക്യാ ദിയ, വിനോദങ്കൽ എന്താ നൽകിയത്? നിമ്മി: അങ്കിളിനെ മുझे एक ബർത്ത്ഡേ കാർഡ് ദിയ, അങ്കിൾ എനിക്കൊരു ബർത്ത്ഡേ കാർഡ് തന്നു. റീന: ക്യാ തുമേ പസന്തായ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിമ്മി: ഹാ ബഹുത് സുന്ദർ था, വളരെ ഭംഗിയുള്ളതായിരുന്നു. ഉസ് പർ ഏക കാർട്ടൂൺ ഭി ബനാ ഥാ, അതിലൊരു കാർട്ടൂൺ കൂടി ഉണ്ടാക്കിയിരുന്നു. സരാ ദേഖോ. റീന: ഹാ ബഹുത് അച്ഛാ ഹെ, വളരെ നല്ലതാണ്. ഇസ്മേ കുച്ച് ലിഖാ ഹെ, ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്. തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. ക്യാ മത്ലബ് ഹെ ഇസ്കാ, എന്താണ് ഇതിൻ്റെ അർത്ഥം? നിമി: യഹ് തോ ഏക് ദുവാ ഹെ, ഇതൊരു പ്രാർത്ഥനയാണ്. ഇസ്കാ അർത്ഥ ഹെ തും ഐസാ കാം കരോ കി ദുനിയ തുമേ ഹമേശ യാദ് രഖെ, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യണം, ലോകം മുഴുവൻ നിന്നെ ഓർമ്മിക്കാൻ പാകത്തിന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ സംഭാഷണം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? ആദ്യം സന്ദർഭം ആലോചിക്കുക, അതിനെ ഒരു സംസാര രീതിയിലാക്കുക. സംഭാഷണമാവുമ്പോൾ വളരെ കുറഞ്ഞ വാക്കുകളിൽ അവതരിപ്പിച്ചാൽ മതി. ആദ്യം നിങ്ങൾ സങ്കല്പിച്ചു നോക്കണം, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്തൊക്കെയാവും സംസാരിക്കുക എന്ന്. അതിനെ ചെറിയ ചെറിയ വാക്യങ്ങളാക്കി അവതരിപ്പിക്കണം. ഓർമ്മിക്കുക, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതിലും നന്നായി ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതുപോലെ സംഭാഷണങ്ങൾ എഴുതാൻ വരുമ്പോൾ നന്നായി എഴുതണം. 5ാം ക്ലാസ്സിൽ
നമ്മൾ പഠിച്ച സംഭാഷണത്തേക്കാൾ ഒന്നുകൂടി വിശദീകരിച്ച് വേണം 7ാം ക്ലാസ്സിലാവുമ്പോൾ എഴുതാൻ. മറ്റുള്ള പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.